നമസ്കാരം. ബഹിരാകാശത്തെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വീണ്ടും ഒരു ബഹിരാകാശത്തെ പറ്റിയുള്ള വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അവയെ എല്ലാത്തിനെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അവ ഭാവിയിൽ ശാസ്ത്രലോകം കണ്ടുപിടിക്കും. എന്നാലും എല്ലാ ഗ്രഹങ്ങളെയും കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുമോ? അത് സംശയമാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മുഴുവനായും ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയ ഗ്രഹം. അതിന്റെ അന്തരീക്ഷവും പ്രതലവും എല്ലാം ഡയമണ്ട്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒരു ഗ്രഹമുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് 55 കാൻക്രി ഇ എന്ന ഗ്രഹത്തെ പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. കാൻക്രി ഇ ക്യാൻസർ എന്ന നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്സോ പ്ലാനറ്റ് ആണ് ഇത്. ഭൂമിയിൽ നിന്നും ഏകദേശം 40 പ്രകാശവർഷം അകലെയാണ് ഇതുള്ളത്. ഈ ഗ്രഹത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ പ്രധാനമായും കാർബൺ ആണ് അടങ്ങിയിരിക്കുന്നത്. അതിശക്തമായ ചൂടുള്ളതിനാൽ ആ കാർബൺ എല്ലാം ഡയമണ്ടായി മാറിയിരിക്കാം എന്ന് പറയുന്നു. ഈ പ്ലാനറ്റിന്റെ മാസിന്റെ 1/3 വരെ ഡയമണ്ട് ആയിരിക്കാം എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് ഭൂമിയുടെ മാസിന്റെ 3 ഇരട്ടിയാണ്. ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന്റെ തൊട്ടടുത്താണുള്ളത്. അതുകൊണ്ട് വെറും 18 മണിക്കൂർ കൊണ്ട് ഈ ഗ്രഹം ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. അതായത് അവിടെ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 18 മണിക്കൂർ മാത്രമാണ്. അവിടുത്തെ ഉപരിതലത്തിന്റെ താപനില എന്ന് പറയുന്നത് 2200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹൈഡ്രജൻ, ഹീലിയം, സൈനൈഡ് പോലുള്ള വാതകങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഇവിടെ ചെന്നിറങ്ങുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എങ്ങനെയാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ, നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ മനസ്സിലാക്കി ഗ്രഹങ്ങളെ കണ്ടെത്തുന്ന രീതിയായ റേഡിയൽ വെലോസിറ്റി ഉപയോഗിച്ച് 55 എന്ന മാതൃക നക്ഷത്രത്തെ നിരീക്ഷിച്ചപ്പോഴാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. 2004 ഈ ഗ്രഹത്തെ കണ്ടെത്തുന്നത്. പിന്നീട് അതിന്റെ മാസ്, വലിപ്പം, ഡെൻസിറ്റി എന്നിവ ഉപയോഗിച്ച് അതിന്റെ ഘടനയെ മനസ്സിലാക്കി. നമുക്ക് ഈ ഗ്രഹത്തിൽ പോയി ഡയമണ്ട് കുഴിച്ചെടുക്കാൻ സാധിച്ചാൽ 55 കാൻക്രി ഇ എന്ന ഗ്രഹത്തിൽ ഖനനം ചെയ്യുക എന്നത് ഫിക്ഷനായി കണ്ടാൽ മതി. ഇവിടെ പോയാൽ നമുക്ക് ഒരുപാട് ഡയമണ്ടുകൾ കിട്ടും. എന്നാൽ അത് ഡയമണ്ടിന്റെ മൂല്യം ഇടിയാൻ സാധ്യതയുണ്ടാകും. എന്നാലും ഇത് വെച്ച് നമുക്ക് കോടീശ്വരനാകാം. ഏതാനും വർഷങ്ങൾ മാത്രം. പക്ഷേ ഈ ഗ്രഹത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരു റോവർ കൊണ്ട് അവിടെ ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹത്തിന്റെ താപനില 2200 സെൽഷ്യസ് ആണ്. അത്രയും ചൂടിനെ താങ്ങാൻ ശേഷിയുള്ള റോവർ മനുഷ്യൻ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. ഇതിന്റെ അന്തരീക്ഷം റോവറിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ റോവർ കത്തി നശിക്കും. 55 കാൻക്രി ഇ എന്ന ഗ്രഹം പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെ വൈവിധ്യത്തിന്റെ ഒരു തെളിവാണ്. മനുഷ്യന് ജിജ്ഞാസയുള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ ഇനിയും കണ്ടെത്തും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അതെല്ലാം കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയും കാലം മനുഷ്യനുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായി കണ്ടെത്തും. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയൂ. ഇത്രയും പറഞ്ഞ് എന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.